നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റിനുള്ള പിടിവലിയും മുറുകിയിരിക്കുന്നു. അധികാരം കിട്ടിയാൽ അപ്പം തട്ടിയെടുക്കാനുള്ള ഈ അഴിഞ്ഞാട്ടം മഹാവ്യക്തിത്വം ചമഞ്ഞിരുന്നവരുടെ പോലും ചെമ്പു തെളിയിക്കുന്നതായി. മറ്റുള്ളവരെ ഒതുക്കാൻ പ്രായം മാനദണ്ഡമാക്കിയ പാർട്ടികളിൽ പ്രമാണിമാർ ഒഴിവ് തരപ്പെടുത്തി. എന്നിട്ടും രക്ഷയില്ലാത്തവർ തങ്ങൾക്കില്ലാത്തത് മക്കൾക്കോ ബന്ധുക്കൾക്കോ ഉറപ്പാക്കി സാത്വിക വേഷം കെട്ടുന്നു. സ്ത്രീകൾക്കും ദളിതർക്കും മത്സരത്തിലും തീരുമാനത്തിലുമൊന്നും ഉചിതമായ പങ്കില്ല. അസംതൃപ്തരുടെയും അവരുടെ ആരാധകരുടെയും വോട്ട് മറിച്ചുകുത്തും കാലുവാരലുമൊക്കെ യഥാർത്ഥ വിധിയെ അട്ടിമറിക്കാനും സാധ്യതയുണ്ട്. ഇത് പാർട്ടി ജനാധിപത്യമൊന്നുമല്ല, കസേരപ്പനിക്കാരുടെ അധികാരക്കൊതിയാണ്. ഈ വീതം വയ്പ് കലാപങ്ങൾ യുദ്ധം തോൽപ്പിക്കാൻ ശേഷിയുള്ളതാണെന്ന് കൂടി മറക്കരുത്. പട്ടാഭിഷേകം കഴിയുമ്പോൾ രാജ്യമില്ലെങ്കിലോ? അണിഞ്ഞൊരുങ്ങി കണ്ണാടിയിൽ നോക്കിയാൽ പോരാ, ജനങ്ങളുടെ കണ്ണിൽ തെളിയുന്ന നിങ്ങളുടെ നഗ്നത കാണാൻ കൂടി ശ്രമിക്കണം. അധികാരം ജനങ്ങളുടേതാണെന്ന് മറന്നവരുടെ കസേര കളി നിർത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. ഐക്യജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഒ.ജെ. ജനീഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിന്നും കാൽനടയായി കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിൽ കാത്തുനിന്ന വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥന. കൊടുങ്ങല്ലൂരിൽ UDF-നെതിരെ വയനാട് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം ശക്തമാക്കാനാണ് LDF തീരുമാനം. സൈബർ ഇടങ്ങളിൽ പോസ്റ്റർ വിവാദവും കൊഴുക്കുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ കളമെഴുത്തുപാട്ട് ശില്പശാല. നിരവധി പുരസ്കാരങ്ങൾ നേടിയ കടന്നമണ്ണ ശ്രീനിവാസൻ കളമെഴുത്തുപാട്ട് അവതരിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഐക്യജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിന്നും കാൽനടയായി കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിൽ കാത്തുനിന്ന വോട്ടർമാരോടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം പ്രദക്ഷിണം വച്ച് വടക്കേ നടയിൽ പ്രചാരണം അവസാനിപ്പിച്ചു. UDF-ന്റെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു. ES സാബു, NS വിജയൻ, KP സുനിൽകുമാർ, യൂസഫ് പടിയത്ത്, രവി നമ്പൂതിരി, AA അഷ്റഫ്, PD ജോസ്, അഡ്വക്കേറ്റ് VM മൊഹിയുദ്ദീൻ, PU സുരേഷ്, VM ജോണി, ഹക്കീം ഇക്ബാൽ, മായ രാമചന്ദ്രൻ, പ്രേമ, ക്രിൻസി മാർട്ടിൻ, കവിത മധു എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിന്റെ മറവിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? മരണത്തെ വിറ്റുതിന്ന യൂത്ത് കോൺഗ്രസിന് മാപ്പില്ല എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ വിചാരണ സദസ്സ് സമാപനം കേന്ദ്ര കമ്മിറ്റി അംഗം ജെക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. 2024 വയനാട്ടിലേക്ക് എത്തുമ്പോൾ 25-ൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രതികരണം ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള മണ്ണൊലിപ്പ് സംബന്ധമായ മഹാവലിയ ദുരന്തങ്ങൾ പ്രഥമ സ്ഥാനം ആ പട്ടികയിലാണ് വയനാടുള്ളത്. അനൗദ്യോഗിക കണക്കിൽ മലയാളികളുടെ മനുഷ്യ ജീവന് നമുക്ക് മുമ്പിൽ 500ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നമുക്ക് ഈ കാലയളവിൽ നേരിടേണ്ടതായി വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നാളെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു തലമുറ അവർ ചരിത്രബോധമുള്ളവരെങ്കിൽ അവർ കൗതുകത്തോടുകൂടെ നമ്മുടെ മടിയിൽ നിന്ന് ചോദിക്കും, ഒരസനിവാദം എന്നതുപോലെ മഹാദുരന്തങ്ങൾ ഒന്നിനുമേലൊന്നൊഴിയാതെ പെയ്തിറങ്ങി വന്നിട്ടും എങ്ങനെ തകർന്നു പോകാത്ത നാടായി കേരളം നിലനിന്നു? എങ്ങനെ തോറ്റുപോകാത്ത മനുഷ്യരുടെ പട്ടികയിൽ മലയാളി ഇടം പിടിച്ചു? തോറ്റുപോകാത്ത മനുഷ്യരുടെ നാടായി മലയാളിയുടെ മാതൃഭൂമിയെ മാറ്റി തീർത്തത് എങ്ങനെയാണ് നമ്മൾ മറക്കാൻ പാടില്ല. മാള ബ്ലോക്ക് പ്രസിഡന്റ് PV വിനു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M രാജേഷ്, TK സന്തോഷ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് C ധനുഷ് കുമാർ, IS അക്ഷയ്, PR രതീഷ്, സാന്ദ്ര മോഹനൻ, സാലിഹ് ഫസലുദ്ദീൻ, V വിജയരാമൻ, CR അഭിജിത്ത്, TA രാഹുൽ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ UDF-നെതിരെ വയനാട് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം ശക്തമാക്കാനാണ് LDF തീരുമാനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ ഒ.ജെ. ജനീഷിനെതിരെ വയനാട് ഫണ്ട് വിവാദമുയർത്തി കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പിൽ സജീവമാകാൻ DYFI അടക്കം മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. അതിനിടെ സൈബർ ഇടങ്ങളിൽ പോസ്റ്റർ വിവാദവും കൊഴുക്കുകയാണ്.
വയനാട് ദുരന്തത്തിന്റെ മറവിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ? മരണത്തെ വിറ്റുതിന്ന യൂത്ത് കോൺഗ്രസിന് മാപ്പില്ല എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മാള ടൗണിൽ വിചാരണ സദസ്സ് നടത്തി. ഉന്നം വ്യക്തം. UDF സ്ഥാനാർത്ഥി OJ ജനീഷ്. യൂത്ത് കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ തന്നെയാണ് കൊടുങ്ങല്ലൂരിൽ LDF തീരുമാനം. പരമാവധി ആ വിഷയത്തിൽ LDF വിജയം കാണുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസിനെതിരായ പോസ്റ്ററിന് മുകളിൽ OJ ജനീഷിന്റെ പോസ്റ്റർ ഒട്ടിച്ചതിനെതിരെയും മാളയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധമുണ്ടായി. കൊടുങ്ങല്ലൂരിൽ വയനാട് ഫണ്ട് പിരിവ് ചർച്ചയാക്കി ഡിവൈഎഫ്ഐ പോസ്റ്റർ പ്രചരണവും ഉപവാസ സമരങ്ങളും നടത്തുന്നതിനിടെയാണ് പോസ്റ്റർ നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണവും പുറത്തുവരുന്നത്. പോസ്റ്റർ പതിച്ചത് വീഡിയോ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. അതിനിടെ ഡിവൈഎഫ്ഐക്ക് മറുപടിയുമായി സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് പിരിവ് നടത്താനോ രസീത് കുറ്റിയോ ബക്കറ്റുമായോ അല്ല. ബിരിയാണി ചലഞ്ച്, ബൾബ് ചലഞ്ച് തുടങ്ങിയ വൈവിധ്യമാർന്ന ജനകീയ ചലഞ്ചുകളിലൂടെ ഞങ്ങൾ സ്വരൂപിച്ചത് 1,05,00,000 രൂപയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ഈ തുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് KPCC പ്രസിഡന്റിന് കൈമാറുന്നത് നാട് കണ്ടതാണ്. മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതുമാണെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കൊടുങ്ങല്ലൂർ തെരഞ്ഞെടുപ്പ് മുന്നോട്ടു പോവുകയാണ്. മീഡിയ ടൈം, മാള. ഐക്യജനാധിപത്യ മുന്നണി കയ്പമംഗലം UDF സ്ഥാനാർത്ഥി TM നാസർ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. അഴീക്കോട് ജെട്ടിയിൽ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥന നടത്തിയ ശേഷം തുറന്ന ജീപ്പിൽ 100 ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും അകമ്പടിയോടെയാണ് പ്രചരണം തുടങ്ങിയത്. അഴീക്കോട്, എറിയാട്, എടവിലങ്ങ്, വെമ്പല്ലൂർ, പൊക്ലായി, പെരിഞ്ഞനം, മതിലകം, ചെന്ത്രാപ്പിന്നി, എടമുട്ടം, SN പുരം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് സമാപിച്ചത്. UDFന്റെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം നേതാക്കളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ഗവൺമെന്റ് കോളേജിലെ ഫോക്ലോർ ക്ലബിന്റെയും ഹെറിറ്റേജ് ക്ലബിന്റെയും നേതൃത്വത്തിൽ കളമെഴുത്തുപാട്ട് ശില്പശാല നടത്തി. USA, ഏഷ്യൻ, ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ കടന്നമണ്ണ ശ്രീനിവാസൻ കളമെഴുത്തുപാട്ട് അവതരിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു പരിപാടിയാണ് എൻ്റെ 299ാമത്തെ കളമ്പാട്ട് ശില്പശാലയാണ്. ചുരുക്കം പറഞ്ഞാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇവിടെ വരാൻ സാധിച്ചത് വളരെ വലിയ ഒരു അംഗീകാരമായിട്ടാണ് എൻ്റെ കലാജീവിതത്തിൽ ഞാൻ കാണുന്നത്. അതുപോലെ പ്രിൻസിപ്പൽ ചാർജ് എടുത്തതിന് ശേഷം എൻ്റെ ഒരു കണക്കിൽ ആദ്യത്തെ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഏതായാലും ഇത്തരം അനുഷ്ഠാന കലകളെ, പ്രത്യേകിച്ച് തൃശ്ശൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ധാരാളം അനുഷ്ഠാന കലകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരം കലകളെക്കുറിച്ച് കൂടുതൽ കുട്ടികൾക്ക് അറിയാനും മനസ്സിലാക്കാനും കാണാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളേക്കാൾ കൂടുതൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട അറിവുകളേക്കാൾ കൂടുതൽ അറിവുകൾ ഇത്തരം അന്യമായിക്കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകൾ നേരിട്ട് കാണുമ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ആധികാരികമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത്തരം അറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം അനുഷ്ഠാന കലകൾ അന്യമായിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ടാണ് ഇത്തരം ജനകീയവൽക്കരണമായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായി ഇന്നത്തെ ഒരു സമൂഹത്തിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ രമ്യ R അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ G ഉഷാകുമാരി, ഫോക്ലോർ ക്ലബ്ബ് കോർഡിനേറ്റർ TK മുരളി, ഹെറിറ്റേജ് ക്ലബ്ബ് കോർഡിനേറ്റർ VC സരിത, കോളേജ് യൂണിയൻ ചെയർമാൻ PP സ്നേഹിത് എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം അന്നമനട പഞ്ചായത്ത് കമ്മിറ്റി പ്രവാസി കുടുംബ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 86 പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ഡിവിഷനുകളിലൊക്കെ നമ്മൾ ഈ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇതിൻ്റെ സന്ദേശം, ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടായത് ഈ പഞ്ചായത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം വർഷങ്ങളായി കേരള പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് MK ഹക്കും അതുപോലുള്ള ഇവിടുത്തെ പ്രവർത്തകരെല്ലാവരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു
ഇപ്പോൾ ഞങ്ങൾ ജില്ലയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിലും ഇത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസി സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് വെട്ടിയാടൻ അധ്യക്ഷത വഹിച്ചു. അന്നമനട ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഖാദർ ബാഘവി, അഡ്വക്കേറ്റ് MK ഹക്ക്, ബഷീർ തക്കത്ത്, വർഗീസ് MP, TK സതീശൻ, ശ്യാമള അയ്യപ്പൻ, അഡ്വക്കേറ്റ് VV ജയരാമൻ, പ്രസീത മുരളി, അക്ബർ കുറ്റിമാക്കൽ, ബോബി മാത്യു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി OJ ജലീഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിന്നും കാൽനടയായി കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിൽ കാത്തുനിന്ന വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥന. കൊടുങ്ങല്ലൂരിൽ UDF-നെതിരെ വയനാട് ഫണ്ട് തട്ടിപ്പെന്ന ആരോപണം ശക്തമാക്കാനാണ് LDF തീരുമാനം. സൈബർ ഇടങ്ങളിൽ പോസ്റ്റർ വിവാദവും കൊഴുക്കുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ കളമെഴുത്തുപാട്ട് ശില്പശാല. നിരവധി പുരസ്കാരങ്ങൾ നേടിയ കടന്നമണ്ണ ശ്രീനിവാസൻ കളമെഴുത്തുപാട്ട് അവതരിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.